പ്രൈസ് ദ ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശ്വാസനാദം എന്ന ഈ ആത്മിക ശുശ്രൂഷയിലേക്കുള്ള സ്വാഗതത്തെയും വന്ദനത്തെയും അറിയിച്ചു കൊള്ളുന്നു. ഈ കാലഘട്ടങ്ങളിലൊക്കെയും നിങ്ങൾ ചെയ്തു തരുന്ന എല്ലാ പൂർണ്ണ പിന്തുണയ്ക്കും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സന്നദ്ധിയിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുൻപിലേക്ക് നാം വരുമ്പോൾ ശാന്തമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉത്തേജനത്തിനു വേണ്ടി അറിയിച്ച് വേഗത്തിൽ ശുശ്രൂഷകളിൽ നിന്ന് വിരമിക്കുവാൻ ദൈവകൃപയിൽ താല്പര്യപ്പെടുകയാണ്. അതിനാധാരമായിട്ട് ഞാൻ നിങ്ങളുടെ മുൻപിൽ വായിപ്പാൻ ആഗ്രഹിക്കുന്ന കുറിവാക്യം 118 സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യമാണ്. 118 സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യം. ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവ ഉത്തരമരളി എന്നെ വിശാല സ്ഥലത്താക്കി. നമ്മുടെ വിഷയം വിശാലതയ്ക്കായി നാം എന്ത് ചെയ്യണം, വിശാലതയ്ക്കായി നാം എന്ത് ചെയ്യണം. ആ വാക്യം ഒരിക്കൽ കൂടെ വായിക്കുന്നു. 118 സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യം. ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് ഉത്തരമരളി എന്നെ വിശാല സ്ഥലത്താക്കി. പ്രൈസ്. ഒത്തിരി ഞെരുക്കങ്ങളിലൂടെ ഈ കാലഘട്ടങ്ങളിൽ ദൈവജനമായിരിക്കുന്ന നാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പറയാൻ കഴിയാത്ത പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ അനുഭവിച്ച് വരവേ പലരെ സംബന്ധിച്ചത് പല രീതിയിലാണ്. ചിലരെ സംബന്ധിച്ചത് ആത്മീകമായിട്ടൊരു ഞെരുക്കമാണ്, ചിലരെ സംബന്ധിച്ചിട്ട് അത് ഭൗതികമായ ഞെരുക്കമാണ്. നാം ലോകത്തിലായിരിക്കുമ്പോൾ ആത്മീകമായുള്ള ഞെരുക്കം നിർബന്ധമായും ഉണ്ടാകും. ഭൗതികമായ ഞെരുക്കം അത് വേറെയും ഉണ്ടാകും. ആത്മീക ഞെരുക്കം ശുശ്രൂഷയോട് ബന്ധപ്പെട്ട്, പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട്, ദൈവവേലയോട് ബന്ധപ്പെട്ട്, ദൈവരാജ്യത്തോട് ബന്ധപ്പെട്ട്, ദൈവത്തിൻ്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ, അങ്ങനെ പല വിധത്തിലുണ്ടാകാം. ഭൗതികമായ ഞെരുക്കം ശരീരത്തെ സംബന്ധിച്ച്, ഭൗതിക ആവശ്യങ്ങളെ സംബന്ധിച്ച്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മറ്റു ചില കാര്യങ്ങളോടൊക്കെ ബന്ധപ്പെട്ട് ഒക്കെ നമുക്കങ്ങനെ കാണാൻ കഴിയും. അപ്പോൾ 2 വിധത്തിൽ മനുഷ്യൻ ഇന്ന് ലോകത്തിലായിരിക്കുമ്പോൾ ഞെരുങ്ങുന്ന ഒരാളാണ്. ഇത് ലോകത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കുമുണ്ട് എന്ന് ആദ്യമേ നാം തിരിച്ചറിയണം. ലോകത്തിൽ ജനിക്കുന്ന ഭർഭരനായാലും, ഭാഷ അറിയാത്ത ആളാണെങ്കിലും, നല്ലതുപോലെ വിദ്യയുള്ള ആളാണെങ്കിലും, പണ്ഡിതനായാലും പാമരനായാലും ഏതെങ്കിലും വിധത്തിൽ ഞെരുക്കത്തിലൂടെ മനുഷ്യൻ കടന്നു പോകുന്നു എന്നുള്ളത് സ്വാഭാവികമാണ്. അത് ലോകത്തിലുണ്ടോ എന്നുള്ളതിൻ്റെ വളരെ സത്യസന്ധമായ കാര്യമാണ്. ലോകത്തിൽ മാത്രം എന്തും ലഭിച്ചിട്ടും അതിനകത്ത് സന്തോഷം കണ്ടെത്താൻ കഴിയാതെ രാജകൊട്ടാരം ഉപേക്ഷിച്ചു പോയൊരു മഹാവ്യക്തിയുണ്ട്. പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഇന്ന് ലോകത്തിൽ വലിയൊരു സമൂഹമായി മാറി. നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ ലോകത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം തിരിച്ചറിയേണ്ടത്, ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് തന്നെ അവക കഷ്ടപ്പാടുകളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽക്കും. ആരോട്? പിശാചിനോടാണ് എതിർത്ത് നിൽക്കേണ്ടത്. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ആകട്ടെ, വലുതായാലും ചെറുതായാലും, ഭൗമികമായാലും ആത്മികമായാലും, അത് ചെറുതെങ്കിലും വലുതെങ്കിലും, അത് നമുക്ക് ലഭിക്കുന്ന കാര്യത്തിൽ പിശാചിന് ഒട്ടും താല്പര്യമില്ല എന്ന് നാം തിരിച്ചറിയണം. എന്നാൽ ദൈവത്തിന് താല്പര്യമില്ലാത്ത പലതും ഇവിടെ ഉണ്ട് എന്ന് നാം തിരിച്ചറിയണം. അത് ദൈവത്തിൻ്റെ പക്കൽ നിന്ന് തല്ലുകൂടി വാങ്ങാൻ നമ്മൾ ഒരിക്കലും തയ്യാറാകരുത്. അത് ഇപ്പോഴും നമ്മുടെ അകത്ത് വേണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് ഹിതമല്ലാത്തത് നമുക്ക് വേണ്ട എന്ന് വിചാരിച്ചിട്ട് നാം മുൻ എപ്പിസോഡുകളിൽ കേട്ടതുപോലെ ദൈവഹിതം നിവർത്തീകരിക്കാൻ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയും, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. നാം അതിൻ്റെ പുറകിൽ പോകുകയല്ല, അത് നമ്മുടെ പുറകെ വരാനുള്ള ഒരു വഴിയാണ് നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടത്. അതിന് നാം കർത്താവിൻ്റെ പുറകെ പോയാൽ മതിയാകും. ഒത്തിരി പേരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ടുപോയി. ഹുമനിയോസ് അലക്സാണ്ടറുടെ പേര് ഇവിടെ പറഞ്ഞിരിക്കുന്നു. അവർ വിട്ടുപോയി. വേറൊരു വ്യക്തി തനിക്ക് വളരെയധികം ഉപദ്രവം ചെയ്തു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ലോകത്തിൽ ഒത്തിരി ആളുകളുണ്ട് സ്നേഹിതരെ. ലോകം നമ്മെ പച്ചയ്ക്ക് വിളിക്കുമ്പോൾ അതിൻ്റെ സ്നേഹവും അതിൻ്റെ മാധുര്യങ്ങളും തേടി അത് അനുഭവിക്കുവാൻ വേണ്ടി പിശാച് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ അതവിടെ ഉപേക്ഷിച്ചിട്ട് അതിനേക്കാൾ ശ്രേഷ്ഠകരമായത് ഒരല്പം ബുദ്ധിമുട്ടെങ്കിലും നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടമാണ് ഇതെന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്സിനാണ് പ്രാധാന്യത എന്നുള്ള ചിന്തയിലൂടെ വന്നിട്ട് നാം കൃപയാൽ
നമ്മെ വിളിച്ച ദൈവത്തിൻ്റെ പക്ഷം ചേർന്നിട്ട് മോശ തിരഞ്ഞെടുത്തതുപോലെ നാമും തിരഞ്ഞെടുക്കുവാൻ തയ്യാറെങ്കിൽ നിശ്ചയമായിട്ടും ഇത് നമ്മുടെ പുറകെ വരും. ഈ ലോകം നമുക്ക് തരുന്നത് അന്ന് മോശ അവിടെ ഇരുന്നിട്ട് ഫറവോൻ്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നതിന് പ്രാധാന്യത കണ്ടുകൊണ്ട് അവിടെ ഇരുന്ന് ഭരിച്ചിരുന്നെങ്കിൽ മിസ്രൈമ്യർ മാത്രം അറിയുമായിരുന്നു, നമ്മളതറിയില്ലായിരുന്നു. എന്നാൽ ലോകം മുഴുവൻ അറിയുന്ന ഒരാളാക്കി മോശയെ തീർക്കണമെങ്കിൽ മോശ ചിലത് വിട്ടേ പറ്റൂ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇപ്പോൾ പറഞ്ഞത് തികഞ്ഞ ആത്മീകത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവരോടുള്ള ബന്ധത്തിലാണ്. അപ്പം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഞെരുക്കമുണ്ട്. യേശുക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ ഞെരുങ്ങി എന്നൊരു പദം കാണുന്നുണ്ട്. അത് ഒരിക്കലും നാം ഉദ്ദേശിക്കുന്ന തരത്തിലല്ല. ഒരു വീടില്ലാത്തതിനോ തൻ്റെ മറ്റുള്ളവർ തനിക്കെതിരെ പറയുന്ന കുറ്റങ്ങൾ നിമിത്തമോ തന്നെ അപഹസിക്കുന്നത് നിമിത്തമോ അല്ല യേശുക്രിസ്തു ഞെരുങ്ങിയതിനെക്കുറിച്ച് വചനം വായിക്കുന്നത്. അവിടുന്ന് ആത്മാവിൽ ഞെരുങ്ങിയെന്നാണ് കാണുന്നത്. ആത്മാവിൽ അവൻ ഞെരുങ്ങി എന്നിവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഞെരുക്കത്തെ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായി തിരിക്കുകയും ഒപ്പം പഴയ നിയമത്തിൽ നിന്ന് ചില വേദശകലങ്ങൾ ഓർമ്മപ്പെടുത്തുമ്പോൾ അത് നമ്മുടെ ഭൗതിക ആവശ്യത്തോടുള്ള ബന്ധത്തിലും ചിന്തിക്കാം. ഒപ്പം തന്നെ അതിനേക്കാൾ വലുതാണ് ആത്മികമെന്ന തിരിച്ചറിവ് നമ്മുടെ അകത്തുണ്ടായി അത് നിങ്ങളുടെ അകത്ത് കത്തിപ്പടർന്നാൽ തിരുകൃപയിൽ പ്രയോജനമുള്ളവരായി തീരുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കുമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നോക്കുക പ്രിയമുള്ളവരെ, പഴയ നിയമത്തിൽ ഞാൻ ചില കാര്യങ്ങൾ ഞെരുക്കത്തിലിരിക്കുന്നൊരു കുടുംബത്തെ നിങ്ങളുടെ മുൻപിൽ പരിചയപ്പെടുത്തുകയാണ്. അത് രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 6-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യമാണ്. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 6-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യമാണ്. അതിനകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, പ്രവാചക ശിഷ്യന്മാർ എലീസയോട്, ഞങ്ങൾ പാർക്കുന്ന സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കമായിരിക്കുന്നു എന്ന് അങ്ങ് കാണുന്നുവല്ലോ, നീ കാണുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ വിശാലതയ്ക്കായിട്ട് എന്ത് ചെയ്യണമെന്നല്ലേ നമ്മുടെ ചോദ്യം? വിശാലത വരാൻ എന്ത് ചെയ്യണമെന്നല്ലേ നമ്മുടെ ചോദ്യം? ആദ്യം നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇതാരാ? പ്രവാചകൻ്റെ ശിഷ്യന്മാരാണ്. ആരാണ് പ്രവാചകൻ അവിടെ? ഏലീസയാണ് പ്രവാചകൻ. ഏലിയാവ് പ്രവാചകനല്ലായിരുന്നോ? അതെ. ഏലിയാവിൻ്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്ന ഷാഫാൻ്റെ മകനായിരുന്നു എലീസ എന്നാണ് ഞാൻ ഓർക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അദ്ദേഹം ഒരു പ്രവാചക ശിഷ്യനായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ആരായി? പ്രവാചകനായി. താൻ പ്രവാചകനായപ്പോൾ പ്രവാചക സ്കൂളുകളുണ്ടായിരുന്നു, പ്രവാചക ശിഷ്യന്മാരുടെ ഗണങ്ങളുണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരു ടീമാണ് ഈ പ്രവാചക ശിഷ്യന്മാർ എലീസയോട്. അപ്പോൾ ശിഷ്യന്മാരുണ്ട് തനിക്ക്, സ്കൂളുണ്ട് തനിക്ക്. ആ സ്കൂളിനകത്തുള്ള ആളുകളാണ് വന്നിട്ട് പറയുന്നത്, പാർക്കുന്ന സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കമാണ്. സ്തോത്രം. ഇടുക്കമാണ്. പാർക്കുന്ന സ്ഥലം വളരെ ഇടുക്കമാണ്. ഏതാണ് ഇടുക്കം? പാർക്കുന്ന സ്ഥലം. തികച്ചും ഭൗതിക ആവശ്യമാണത്. ഞാൻ നിങ്ങളോട് പിന്നെയും പറയാം, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും എന്നാണ് എഴുതിയിരിക്കുന്നത്. മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരുമെന്ന സ്തോത്രം. എങ്ങനെ തീർത്തു തരുന്നത്? കുറച്ചല്ല, പൂർണ്ണമായിട്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ ഇപ്പോഴത്തെ പ്രശ്നം? അത് ദൈവത്തിന് മുമ്പാകെ വെക്കാൻ, ദൈവത്തിന് മുൻപാകെ വരാൻ നിങ്ങൾ തയ്യാറുണ്ടോ? വചനം പറയുന്ന അങ്ങനെ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടുന്നത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കും, സൂക്ഷിക്കും. ഉള്ളിൽ കിടക്കുന്ന എല്ലാം സൂക്ഷിക്കാൻ കഴിയുന്ന ഒരാളെ ഉള്ളൂ. ഹൃദയ വിചാരം അറിഞ്ഞിട്ട് അത് സൂക്ഷിക്കാൻ കഴിയുന്ന ഒരാളെ ഉള്ളൂ. അത് ലീക്കാകാതെ കാത്തു സൂക്ഷിക്കാൻ ഒരാൾക്കേ പറ്റൂ. അദ്ദേഹത്തിൻ്റെ പേരാണ് നസ്രായനായ യേശു. അദ്ദേഹമാര് നമ്മുടെ ദൈവം, അദ്ദേഹമാര് നമ്മുടെ കർത്താവ്, അദ്ദേഹമാര് രാജാതി രാജാവ്, കർത്താതി കർത്താവ്, ദേവാതി ദൈവം, ദൈവാതി ദൈവം, സകല ദേവന്മാർക്കും ഉന്നതനായിരിക്കുന്ന മഹാരാജാവ്. അതാണ് നമ്മുടെ കർത്താവ്. സകല ദേവന്മാർക്കും ഇത് ഉന്നതനല്ലോ യഹോവ എന്നൊരു പദം ബൈബിളിൽ ഉണ്ടല്ലോ, വാക്യങ്ങൾ കാണുന്നല്ലോ. ഓർത്തിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പം നമുക്ക് ആവശ്യങ്ങളുണ്ട്, ആവശ്യങ്ങൾ അറിയിക്കാം. എങ്ങനെ അറിയിക്കാം? സ്തോത്രത്തോടെ. പക്ഷെ ഒരു ഭാഗത്ത് ചിലർ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, അവരെങ്ങനെ അറിയിക്കുന്നേ? ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുന്നു എന്ന് പറഞ്ഞാൽ സുഖിച്ച് പൊളച്ച് തകർത്ത് ജീവിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് ഈ ഭൂമിയിലാണ് ദൈവത്തിൻ്റെ ഈ ഭൂമിയാണ് സ്വർഗമെന്ന് ചിന്തിച്ചിട്ട് അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ലോകത്തിലുണ്ട്. അവർക്കൊരു ആഗ്രഹമുണ്ട്. എന്താണ് ആഗ്രഹം എന്നറിയാമോ? സർ, ഇവിടെ തകർക്കണം. അവൻ്റെ കാർ മേടിച്ചാൽ എനിക്കതിന് മേലെയുള്ള കാർ വേണം. അദ്ദേഹം 10 സെൻറ്റ് മേടിച്ചാൽ എനിക്ക് 15 സെൻറ്റെങ്കിലും വേണം. അവർ നല്ലൊരു സാരി എടുത്താൽ അതിനേക്കാൾ നല്ല സാരി എനിക്ക് വേണം. സൈക്കിൾ മേടിച്ചാൽ എനിക്ക് ബൈക്ക് വേണം. കാർ മേടിച്ചാൽ എനിക്ക് ഉഗ്രൻ XUV വേണം. അവർ XUV എടുത്താൽ എനിക്ക് എൻ്റെ പിന്നെ കാരവാൻ വേണം.
അങ്ങനൊക്കെ ആഗ്രഹിക്കുന്നുവോ? അല്ല, അത് അമ്മളിലേക്ക് പോകുന്നുവോ? നീ നിനക്കായി വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ആഗ്രഹിക്കരുത് പ്രിയമുള്ളവരെ. ദൈവം ആഗ്രഹിക്കുന്നത് ഇതൊന്നുമല്ലെന്ന് നാം ആദ്യം തിരിച്ചറിയ. ദൈവത്തിന് സ്തോത്രം. ഇവിടുത്തെ ആവശ്യം ഇല്ല അവർക്ക്. ഉണ്ടോ? ഉണ്ട്. ആവശ്യത്തിന് ഉതകുമോ? ഇല്ല. ഇല്ലേ എന്ന് ചോദിച്ചേ ഇല്ല. ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടോ. എന്നാൽ ആവശ്യത്തിന് ഉതകുമോ? ഇല്ല. അപ്പോൾ ഉത്തരം ചോദിച്ചാൽ ഏറെക്കുറെ ഇല്ലെന്ന് വേണം പറയാൻ. താമസിക്കാൻ സ്ഥലമില്ല. പ്രൈസല്ല. വീടില്ലാതെ കഷ്ടപ്പെടുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? പ്രൈസല്ല. ഒത്തിരി ഭാരകത്ത് കിടക്കുന്നുണ്ടോ? സോഴ്സ് പോലും ഇല്ല ദൈവമേ എനിക്കെന്ന ദൈവത്തോട് നിലവിളിച്ച് യാചിക്കുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുവോ? ഭൗതികമാണ് കേട്ടോ അത്. സ്തോത്രം. ഇതല്ല, അതിൻ്റെ അപ്പുറം തരാൻ ദൈവത്തിന് പറ്റും. നമ്മൾ ശാന്തമായി ചിന്തിക്കാറുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ മുമ്പേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. ഒന്നുകൂടെ വിശകലനം ചെയ്ത് മേളിലോട്ട് കയറിയാൽ അവിടെ എഴുതിയിരിക്കുന്നു, ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു, അതൊക്കെയും നമുക്ക് തരാമെന്നാ. സ്തോത്രം. പ്രൈസല. വീടുണ്ടാക്കുന്നത് തെറ്റല്ല, കാറ് മേടിക്കുന്നത് തെറ്റല്ല, സൗകര്യത്തോടെ യാത്ര ചെയ്യുന്നത് തെറ്റല്ല, അന്തസ്സോടെ ജീവിക്കുന്നത് തെറ്റല്ല, നല്ല ഭക്ഷണം കഴിക്കുന്നത് തെറ്റല്ല. നിങ്ങൾ എന്ത് തിന്നാലും കുടിച്ചാലും അത് ദൈവനാമഹത്വത്തിന് വേണ്ടി ചെയ്യണം. അങ്ങനെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു വീടുണ്ടാക്കുന്നത് തെറ്റാണെന്ന് വിചാരിക്കരുത്. കർത്താവ് വീട് ഉണ്ടായിരുന്നില്ല കർത്താവിന്. കുറുതരുകൾക്ക്, ആകാശത്തിലെ പറവകൾക്ക് എനിക്കിവിടെ ഒന്നുമില്ലെന്ന് കർത്താവ് പറഞ്ഞില്ലേ? പരമസമ്പന്നൻ ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സ്വമനസാൽ. എന്താ ഉള്ളേ? കുരിശിൽ തന്നെ കിടന്നിട്ട് തലചായ്ക്കാൻ ഇടമില്ലാതെ തൻ്റെ തോളി തലചായ്ച്ചു മരിച്ചു. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഇന്ന് വരെ നിങ്ങൾ കുത്തുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല ഞങ്ങളുടെ ജീവിതം. ഒരുപാട് പ്രയാസങ്ങളിലൂടെയാണ് പോകുന്നത്. ഭക്തന്മാരായ ഭക്തമതികളായ ആളുകൾ ഈ ലോകത്തിൽ മുന്നോട്ട് പോകുമ്പോഴൊക്കെ അനുഭവിച്ചു കൂട്ടിയ കഷ്ടങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും പരിശോധിച്ചാൽ ഞാനും നിങ്ങളും മുന്നോട്ട് പോകുന്നത് പോലെയല്ല. സ്തോത്രം. കർത്താവിന്റെ ദാസൻ പറയുന്ന ചില പദങ്ങൾ ശ്രദ്ധിച്ചാൽ, അവൻ ഇന്നുവരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചു, ഒടുക്കാനില്ലാതെ. സ്തോത്രം. നോക്കിക്കേ, ഉണ്മാനില്ലാതെ, ഒടുക്കാനില്ല. സ്തോത്രം. കണ്ടോ? വിശന്ന് ദാഹിച്ച്, കുത്തുകൊണ്ട്, സ്ഥിരവാസം കൂടാതെ ഇരിക്കുകയാണ്. സ്ഥിരവാസം എന്ന് പറഞ്ഞ ഒരിടത്ത് താമസിക്കാനില്ല. വീടുണ്ടോ? അപ്പം വീടില്ല. സ്തോത്രം. മരണവിധിയിൽ ഉൾപ്പെട്ടവരെ പോലെ നിൽക്കുന്നു. വിശന്ന് ദാഹിച്ചു ഇരിക്കുന്നു. സ്തോത്രം. എന്നിട്ട് നാം പറയുന്നു, സ്വന്തം കയ്യാൽ അധ്വാനിച്ച് ജീവിക്കുന്നു, ഉപദ്രവം ഏറ്റിട്ട് സഹിക്കുന്നു, എല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, അങ്ങനെയൊക്കെ പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ നമുക്കൊരു വീടുണ്ടാകുന്നത് തെറ്റാണോ? തെറ്റല്ല. എന്നെ സ്നേഹിക്കുന്നവർക്ക് ഞാൻ വസ്തുവക അവകാശമാക്കി കൊടുക്കുന്നു. അപ്പം എന്നെ എന്ന പദത്തിൻ്റെ അടിയിൽ ഒരു അണ്ടർലൈൻ ഇട്ടിട്ട് നിങ്ങൾ 8-ാം അധ്യായം സദൃശവാക്യം 1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ഈ എന്നെ എന്ന പദം ആരെക്കുറിച്ച് പറയുന്നു എന്ന് കൂടെ ഒന്ന് പരിശോധിക്കണം. സ്തോത്രം. അത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഞാൻ ഇട്ട് തരികയാണ്. അപ്പം ആരെ സ്നേഹിക്കുന്നവർക്ക് എന്ത് കൊടുക്കുന്നെന്ന് എഴുതിയിരിക്കുന്ന വസ്തുവക അത് ആരാണെന്ന് നിങ്ങൾ പഠിക്കണം. പ്രൈസ് ഗോഡ്. അത് നിങ്ങൾ പഠിക്കും. അപ്പം ഈ വാക്യം വെച്ചിട്ട് നമ്മൾ പലരും പല കാര്യങ്ങൾ പറയാറുണ്ട്. എന്നെ എന്ന് പറഞ്ഞ ഞാൻ എന്ന് പറയുന്നത് എന്താണെന്ന് മുകളിൽ പരിശോധിക്കുമ്പോൾ കാണുന്നുണ്ടല്ലോ. അപ്പം നമ്മെ സംബന്ധിച്ച് നമുക്ക് ഇവിടെ എന്തെങ്കിലും ഉള്ളത് പോരായ്മയാണോ? അല്ല. ദൈവത്തിന് സ്വന്തം. അത് തെറ്റൊന്നുമില്ല. അതൊരിക്കലും ഒരു കുറവുമല്ല. ഇവിടെ കർത്തൃദാസന്മാർ ആദ്യം ചെയ്ത് നേരെ ഡയറക്റ്റ് എവിടെ പോയി? പ്രവാചകനെടുക്ക ചെന്നു. സ്തോത്രം. അപ്പം നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇന്ന് കാലത്ത് നമുക്ക് വീട് കിട്ടാൻ നമുക്ക് ഇതുപോലെ പോകണമെന്നാ ചോദ്യം. അവർ നിങ്ങൾക്ക് വീട് തരുവാണെങ്കിൽ പോയിക്കോളൂ, കുഴപ്പമില്ല. നല്ല കാര്യം, സന്തോഷം. ഹല്ലേലൂയ, സ്തോത്രം. ആ പോകുന്നത് തെറ്റാണോ? തെറ്റൊന്നുമല്ല. പിന്നെ എന്താ അതിനകത്തെ തെറ്റ്? അദ്ദേഹം അങ്ങനെ ആയിരിക്കണം എന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ദൈവമായിട്ടൊരു ബന്ധമില്ലേ? സ്തോത്രം. അത് നിങ്ങളെ പരിശോധിക്കണ്ടേ? നിങ്ങൾക്ക് ദൈവമായിട്ടുള്ള ബന്ധമുണ്ടെങ്കിൽ അങ്ങോട്ട് പോകേണ്ടത് ഇങ്ങോട്ട് വരുത്തും. ഒന്നുകിൽ ആളെ വിടും. നോക്കിക്ക്, അപ്പുറത്തൊരു മനുഷ്യൻ ദീനമായി കിടക്കുക. ഒരു കൊച്ചു കുഞ്ഞുണ്ട്, അവൻ വളർന്നിട്ടെങ്കിലും മരിച്ചാൽ മതി എന്നൊരാഗ്രഹം. പുള്ളിക്കാരൻ ഇറങ്ങി വന്നിട്ട് പറയുകയാ, ആര്? ഒരു മനുഷ്യര് പ്രവാചകൻ വന്നിട്ട് പറയുക, നോക്കിയേ,
പോകാറായിട്ടോ, എല്ലാം ശരിയാക്കിക്കോ, സ്റ്റാൻഡ് വിടാറായി, കൂടാരത്തിൻ്റെ കുറ്റിയും കുളത്തൊക്കെ പറിച്ചോ, എല്ലാം ഒരുക്കിക്കോ, പോകാറായി. സ്വോത്രം. ഇതാരെ വിട്ട് പറയിച്ചേ? പ്രവാചകനെ വിട്ട് പറയിച്ചു. അത് ഇന്ന് നടക്കുമോ? നടക്കും. ദൈവത്തിന് നമ്മോട് പറയാനുള്ള ദൂത് അറിയിക്കാൻ മൈലുകൾ താണ്ടി ആളെ ഇങ്ങോട്ട് എത്തിക്കാൻ ദൈവത്തിന് പറ്റും. സ്തോത്രം. അപ്പം നമുക്ക് പോകാമെന്ന് ചോദിച്ചാൽ പോകുന്നത് തെറ്റാണെന്നല്ല പറഞ്ഞ്, തെറ്റൊന്നുമില്ല. എല്ലാത്തിനും ഒരു നിയന്ത്രണം വയ്ക്കുന്നത് നല്ലതാണ്, അത്രയേ ഉള്ളൂ കേട്ടോ. തെറ്റെന്നല്ല പറഞ്ഞ് നിയന്ത്രണമുള്ളത് നല്ലതാണ്. അടിമയായി പോകരുത്. സ്തോത്രം. അപ്പം ഇവർ എന്താ ചെയ്തെന്ന് ഡയറക്റ്റ് പ്രവാചകന്റെ അടുക്കൽ വന്നു. അപ്പം നമുക്ക് എവിടേക്കാണ് പോകണ്ടേ? അത് നിമിത്തം സകല കുടുംബത്തിനും പെരുവരുവാൻ കാരണമായ പിതാവിന്റെ സന്നദ്ധിയിൽ നാം നമ്മുടെ മുട്ടുകളെ മടക്കണം. കർത്താവിന്റെ അടുക്കൽ വരണം കേട്ടോ. കർത്താവ് പറഞ്ഞ നിത്യജീവൻ പ്രാപിപ്പാൻ എൻ്റെ അടുക്കൽ വരാൻ നിങ്ങൾക്ക് മനസ്സില്ല. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ നിത്യമായ ജീവൻ. അത് ആർക്കെ കിട്ടെ? എൻ്റെ അടുക്കൽ വരണം. ഇന്ന് നമുക്ക് നിത്യജീവനുണ്ടോ? ദൈവവചനം പറയുന്നത് വാഗ്ദത്തമാണ്. അതാകുന്നു നിങ്ങൾക്കുള്ള വാഗ്ദത്തം. ആ വാഗ്ദത്തം നിത്യജീവൻ തന്നെ. അത് എന്ന് ലഭിക്കുമെന്ന് ചോദിച്ചാൽ അതിൻ്റെ പൂർത്തീകരണത്തിൻ്റെ അനുഭവത്തിലേക്ക് നാം കടക്കുന്നത് നമുക്ക് വേണ്ടി കർത്താവ് ആകാശത്തിൽ വരുമ്പോഴാണ്. അയ്യാറയിൽ വരുമ്പോൾ നാം രൂപാന്തരപ്പെട്ടിട്ട് ഇവിടെ അങ്ങോട്ട് കടക്കുമ്പോൾ അന്ന് നമ്മൾ രൂപാന്തര ശരീരികളായി മാറും. സെലസ്റ്റിയൽ ബോഡി അനുഭവിക്കും. പ്രിയമുള്ളവരെ, ആരംഭത്തിൽ നാം ചെല്ലേണ്ടത് ദൈവത്തിൻ്റെ അടുക്കലാണ്. ശതാധിപൻ്റെ കുഞ്ഞിന് അസുഖം വന്നപ്പോൾ, ബ്രത്തിന് ഭാരം വന്നപ്പോൾ, ക്ഷമിക്കണമേ, ബ്രത്തിന് അസ്വസ്ഥത വന്നപ്പോൾ നേരെ എവിടേക്ക് അയച്ചു? യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ അയച്ചു. അപ്പോൾ നാം പോകേണ്ടത് എവിടെ? കർത്താവിൻ്റെ അടുക്കലേക്കാണ്. കർത്താവിന് നമ്മോട് സംസാരിക്കാൻ കഴിയും. കർത്താവിന് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദർശനം തരാൻ പറ്റും. കർത്താവിന് സ്വപ്നം തരാൻ പറ്റും. അകത്തുനിന്ന് എടുത്തു കളയാൻ കഴിയാതെ അകത്ത് സന്തോഷത്തിൻ്റെ വചനം തരാൻ ദൈവത്തിന് പറ്റും. രൂപാന്തരം വരുത്താൻ ദൈവത്തിന് പറ്റും. നിങ്ങൾ ദൈവസന്നിധിയിൽ ആരാണ്? ആഗ്രഹിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്ന ആൾ നമ്മുടെ അകത്തുണ്ട്. മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു നമ്മുടെ അകത്തുണ്ട്. ആ ക്രിസ്തുവിന് തരാൻ കഴിയാത്തതൊന്നും ഇന്ന് ലോകത്തിൽ ഇല്ല പ്രിയമുള്ളവരെ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ എവിടേക്കാ പോണ്ടേ? പിതാവിൻ്റെ അടുക്കിലേക്ക് വരണം. ഇന്ന് വരെ നിങ്ങൾ എൻ്റെ നാമത്തിലൊന്നും ചോദിച്ചിട്ടില്ലല്ലോ. ചോദിക്കുവിൻ, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമെന്ന് ഞാൻ ചെയ്തു തരാം. കർത്താവ് പറഞ്ഞു. അപ്പോൾ നമ്മൾ എവിടെ പോകണം? ദൈവത്തിൻ്റെ അടുക്കൽ പോകണം. ദൈവം എവിടെ ഉണ്ടാവും? എവിടെ ഉണ്ടാവുമോ? സ്തോത്രം. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടി വരുന്നു അവരുടെ നടുവിൽ ഞാനുണ്ട്. അപ്പോൾ 2-3 പേര് വേണ്ടേ? അല്ല. സ്തോത്രം. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് കർത്താവ് പറഞ്ഞു, കണ്ടാലും ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. അപ്പോൾ എപ്പോഴും ഉണ്ടോ? ഉണ്ട്. ഇനി അതൊന്നും ബോധ്യം പോരെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് സത്യമല്ലേ? സ്തോത്രം. തേടിപ്പോണ്ട ആളല്ല കേട്ടോ. അടുക്കൽ വരുന്ന ഇയാൾ, കൂടെ നിൽക്കുന്ന ഇയാൾ, സ്തോത്രം, കൂട്ടായ്മയിൽ വരുന്ന ഇയാൾ, പോരാഞ്ഞിട്ട് ഹൃദയത്തിനകത്ത് കുടികൊള്ളുന്ന മഹാദൈവം. ആ യേശുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിപ്പാൻ നിങ്ങൾ തയ്യാറെങ്കിൽ നിങ്ങളുടെ ഞെരുക്കത്തെ മാറ്റി വിശാലത തരുവാൻ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തിൻ്റെ അടുക്കലേക്കൊന്ന് വരാൻ ഇന്ന് നിങ്ങൾക്ക് കഴിയുമോ? ആ ദൈവത്തെ, കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാത്തവരാണോ താങ്കൾ? കർത്താവ് ജ്ഞാനത്തിന്മയ്ക്ക് അധീനനായ ഒരു വ്യക്തിയാണ്. അങ്ങനെ പാപത്തിൻ്റെ പരിഹാരാർത്ഥം ലോകത്തിലേക്ക് വന്നതും എനിക്ക് വേണ്ടി മരിച്ചതും അടക്കപ്പെട്ടതും ഉയർത്തെഴുന്നേറ്റെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയെ ഞാൻ എൻ്റെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചിട്ട് വാക്കുടെ നീതിക്കായി ഏറ്റു പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, താങ്കൾ രക്ഷിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലാണോ? കർത്താവിൻ്റെ അടുക്കൽ ഇതുവരെ വന്നിട്ടില്ലേ? യേശുവിനോട് ഹൃദയം കൊടുത്ത് അങ്ങനെ ദൈവ പൈതലാകും. സ്തോത്രം. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡ് ചിന്തിക്കാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.